Hello everyone, welcome back to Silent Learning. It's me, Jamshad. ഇന്ന് നമ്മൾ ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് നമ്മുടെ രവീന്ദ്രനാഥ ടാഗോറിന്റെ And in Wonder and Amazement I Sing എന്നുള്ള ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്റർ എല്ലാവർക്കും എക്സ്പ്ലെയിനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാകും. പക്ഷേ ഇതെന്താണ് ഇതിന്റെ സമ്മറി അല്ലെങ്കിൽ എന്താണ് ഇത് അർത്ഥമാക്കുന്നത് എന്നുള്ളത്, എന്താണ് ഈ രവീന്ദ്രനാഥ ടാഗോർ ഈ ഒരു ചാപ്റ്റർ കൊണ്ട് ഈ ഒരു കവിത കൊണ്ട് ഉദ്ദേശം എന്നുള്ളത് പലർക്കും ഓർമ്മയില്ല അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. സിമ്പിൾ ആയിട്ട് ചെറിയൊരു വീഡിയോ നമ്മൾ പഠിക്കാൻ പോകണം, അത് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. ഓക്കെ, ഇതിന്റെ സമ്മറി ഓഫ് ദ പോം ആണ്. ഈ കവിതയുടെ ആ ഒരു കംപ്ലീറ്റ് സമ്മറിയാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ദിസ് പോം ഇസ് അബൌട്ട് ദ പോയറ്റ് ഫീലിംഗ്സ് ഓഫ് ദ വണ്ടർ ആൻഡ് അമേസ്മെന്റ്. ഇത് ആക്ച്വലി കവിത കവിയുടെ പോയറ്റിന്റെ ഫീലിംഗ് ആണ് എബൌട്ട് അത്ഭുതപ്പെടുന്നതിനെ പറ്റിയിട്ടും, ഫീലിംഗ് ഓഫ് അത്ഭുതം, അതുപോലെ തന്നെ അമേസ്മെന്റ്. ഇതൊക്കെ ഏകദേശം സെയിം ആണ് നമ്മുടെ മലയാളത്തിലേക്ക് വരുന്ന സമയത്ത്. അത്ഭുതപ്പെടുന്ന ആ ഒരു ഫീലിംഗിനെ പറ്റിയിട്ടാണ് അറ്റ് ദ ബ്യൂട്ടി ഓഫ് ദ വേൾഡ്. എടാ, ലോകത്തിന്റെ ഭംഗി കണ്ടിട്ട് അയാൾ വാവ് എന്ന് പറയുന്ന ഒരു സംഭവം ആലോചിക്കുക. ലോകം കൂടെ കാണുന്ന സമയത്ത് എന്തൊരു വലിയ മലയാ, എന്തൊരു വലിയ കടലാ, ഇതൊക്കെ കണ്ടിട്ട് അത്ഭുതപ്പെടുകയാണ്. ആൻഡ് ദ പോയറ്റ് ബിഗിൻസ് ബൈ എക്സ്പ്രസിംഗ് വണ്ടർ അറ്റ് ദ സൺ. സൂര്യനെ കണ്ടിട്ട് എൻ്റെ കിടുക്കാച്ച് സൂര്യൻ, ആ സൂര്യനെ കണ്ടിട്ട് അത്ഭുതപ്പെടുകയാണ്. സ്റ്റാർസ്, അവിടെയുള്ള രാത്രി കാണുന്ന നക്ഷത്രങ്ങൾ, ഇത് സൂര്യൻ ഇപ്പൊ സൂര്യനേക്കാളും വലുതാണ്, ശരിക്കും അത് മറ്റൊരു സൂര്യനാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അത്ഭുതപ്പെടുകയാണ്. ആൻഡ് ഓൾ ദ ലൈഫ് ഇൻ ദ യൂണിവേഴ്സ്. ഈ ലോകത്തൊക്കെ എന്തോരം മനുഷ്യന്മാരുണ്ടാവും, എന്തോരം ജീവികളുണ്ടാവും. ഈ ഒരു യൂണിവേഴ്സ് മൊത്തം ഈ ഗോളത്തിന്റെ പുറത്തുള്ള സംഭവങ്ങൾ മുഴുവനും നോക്കുന്ന സമയത്ത് എന്തൊക്കെ സംഭവങ്ങൾ, എന്തൊക്കെ അത്ഭുതങ്ങളാണ് കണ്ടിട്ട് അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ അത്ഭുതപ്പെടുകയാണ്. ആൻഡ് they feel grateful to be a part of it all. ഇതിന്റെ ഒക്കെ ഭാഗമായതിൽ അവരെന്താണ്, ഭയങ്കര സന്തോഷവാന്മാരാണ്, അവർ ഗ്രേറ്റ്ഫുൾ ആണ്, അവർ നന്ദിയുള്ളവരാണ്. The poet describes how they can feel the power and energy of nature within them. നമുക്ക് ഓരോരുത്തർക്കും അവർക്ക് ഉള്ളിലുള്ള ആ ഒരു എനർജി, ശരിക്കും എൻ്റെ കൈയും കാലൊക്കെ അനങ്ങുന്നുണ്ട്, അപ്പോൾ എൻ്റെ തലയൊക്കെ അനങ്ങുന്നുണ്ട്, അപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ ഒരു എനർജി ഉള്ളത് കൊണ്ടാണല്ലോ, നമ്മൾ ബാറ്ററി ഇടുന്നത് കൊണ്ടാണല്ലോ വാഹനങ്ങളൊക്കെ, മീൻസ് ആക്ച്വലി ചെറിയ ടോയ് കാറൊക്കെ നീങ്ങുന്നത്. അപ്പോൾ അതിനൊരു എനർജി കൊടുക്കുന്നത്. അതുപോലെ നമ്മുടെ ഉള്ളിലൊരു എനർജി ഉണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ഉള്ളിലും ആ ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, നമുക്ക് നടക്കാൻ കഴിയുന്നത്. വി ഹാവ് എനർജി, ഓക്കെ, ആൻഡ് ഓൾമോസ്റ്റ് ലൈക്ക് ഇറ്റ്സ് ഫ്ലോയിങ് ത്രൂ ദ വീൻസ്. നമ്മുടെ ആ ഒരു എനർജി എന്താണ്, നമ്മുടെ വീൻസ്, നമ്മുടെ ഞരമ്പുകളിലൂടെ ആ ഒരു എനർജി പാസ് ചെയ്യുന്നുണ്ട്. ആ രക്തം ഇങ്ങനെ ഓടുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വരും നമ്മുടെ ഉള്ളിൽ എന്തോ ഒരു എനർജി ഉണ്ട്. യെസ്, നമുക്ക് ഉറപ്പാണ് നമ്മുടെ ഉള്ളിൽ ഒരു എനർജി ഉണ്ട്. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മൊബൈൽ ആവട്ടെ, അല്ലെങ്കിൽ ടാബ് ആവട്ടെ, കമ്പ്യൂട്ടർ ആവട്ടെ, TV ആവട്ടെ, ഇതിലൊക്കെ ഒരു എനർജി കൊടുത്തിട്ടുണ്ട്, പ്ലഗ് ഇൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഉള്ളിലും ഒരു എനർജി ഉണ്ട്. യെസ്, നെക്സ്റ്റ് വൺ. As they walk through the woods, കാട്ടിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് they notice the small details. ചെറിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം എന്താക്കുന്നുണ്ട്, ഡീറ്റെയിൽ ചെയ്ത് കാണുന്നുണ്ട്. ലൈക്ക് the blades of grass under their feet. കാലിന്റെ അടിയിലുള്ള കാലിന്റെ അടിയിൽ അദ്ദേഹം കാലി വെച്ച് പോകുന്ന സമയത്ത് അടിയിലുള്ള പുല്ലുകൾ അദ്ദേഹം ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് മീൻസ് ആക്ച്വലി ബ്ലേഡ്സ് ഓഫ് ഗ്രാസ്, ചെറിയ പുല്ലിന്റെ കഷ്ണങ്ങൾ. ആൻഡ് ദ സ്വീറ്റ് സ്മെൽ ഓഫ് ഫ്ലവേഴ്സ്. ഫ്ലവറിന്റെ സ്മെല്ല്, ഫുൾ പ്രകൃതിയായിട്ട് അദ്ദേഹം പറയുന്നത്. ആൻഡ് വിച്ച് ബ്രിങ് ദം ജോയ് ആൻഡ് മേക്ക് ദം ഫീൽ അലൈവ്. അത് മണക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു സന്തോഷം ഉണ്ടാവും, ഇല്ലേ? ഉറപ്പല്ലേ? നല്ല പൂവിന്റെ സ്മെൽ, നല്ല സ്പ്രേ ഒക്കെ അടിച്ചാൽ നമുക്ക് തന്നെ ഒരു സന്തോഷം ഉണ്ടാവില്ല. അതുപോലെ നല്ല പൂവിന്റെ പരിമളം അത് മൂക്കിലേക്ക് അടിച്ച് വീശുന്ന സമയത്ത് എന്തൊരു സന്തോഷമായിരിക്കും. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരു ജീവിക്കുന്നത് പോലെയുള്ള ഒരു ഫീലിംഗും കിട്ടുകയാണ്. ദ പോയറ്റ് ഈസ് എക്സൈറ്റഡ് ബൈ ദിസ് എക്സ്പീരിയൻസ്. ഈ ഒരു ഇത്രയും എക്സ്പീരിയൻസ്, കാട്ടിലൂടെയൊക്കെ പോകുന്ന സമയത്തുള്ള ആ ഒരു എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് കിട്ടിയിട്ട് അദ്ദേഹം ഭയങ്കര ജോയ് ആണ്, ഭയങ്കര ഹാപ്പിയാണ്, എക്സൈറ്റഡ് ആണ്, അതുപോലെ തന്നെ അത്ഭുതപ്പെടുകയാണ്. ആൻഡ് ഫീൽസ് ഹാപ്പിനെസ് ഓൾ അറൗണ്ട് ദം. അതിന്റെ ചുറ്റും ഇങ്ങനെ നോക്കുന്ന സമയത്ത്, അതിന്റെ ചുറ്റും ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം ഹാപ്പിയാണ്. യെസ്, നമ്മൾ ബീച്ചിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഹാപ്പി ആവില്ലേ? അതുപോലെ അദ്ദേഹം കാട്ടിലൊക്കെ പോകുന്ന സമയത്ത് സൂര്യനെ കാണുമ്പോൾ, ചന്ദ്രനെ കാണുമ്പോൾ, നക്ഷത്രങ്ങളെ കാണുമ്പോൾ, പുല്ലിനെ കാണുമ്പോൾ, സ്മെല്ല് ചെയ്യുമ്പോൾ, പൂക്കളൊക്കെ മണക്കുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ്. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ധാരാളം വീഡിയോസ് ഇനി വരുന്നുണ്ട്. സോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, സെറ്റാക്കുക, പവറാക്കുക. നെക്സ്റ്റ് വൺ, they also talk about being curious and eager to learn more about the world. അത് മാത്രമല്ല, അവർ സംസാരിക്കുന്നുണ്ട് എന്തിനെ പറ്റിയിട്ട്, ഈ ലോകത്തിനെ പറ്റിയിട്ടൊക്കെ അദ്ദേഹത്തിന് കൂടുതൽ അറിയണം. വേണ്ടേ? നിങ്ങൾക്ക് അറിയണ്ടേ ഈ ഭൂമിയുടെ അടിയിൽ എന്താണ്, അടിയിലോട്ട് കുഴിച്ച് പോയാൽ എന്താണ്, ആകാശത്തിൽ കുറേ അങ്ങോട്ട് പോയാൽ എന്താണ്, ചന്ദ്രയാനെ പറ്റിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്, അതിൻ്റെ സ്പേസ് ഷിപ്പുകളെ പറ്റി കേട്ടിട്ടുണ്ട്. അതിനൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാകും. അതിനെ പറ്റി പഠിക്കുന്ന സമയത്ത് ആ ഒരു ക്യൂരിയസ്നെസ്സിനെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്, അതിനെപ്പറ്റി പഠിക്കാനുള്ള താല്പര്യത്തെ പറയുന്നുണ്ട്. ബൈ ലിസണിങ് കെയർഫുള്ളി. നിങ്ങൾ നല്ല കെയർഫുൾ ആയിട്ട് ലിസൺ ചെയ്ത് നോക്കിയാൽ
നിങ്ങളൊരു 5 മിനിറ്റ് വളരെ നോയ്സ് ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് ഇങ്ങനെ ഇരുന്ന് നോക്കിയാൽ, ഇങ്ങനെ കേട്ട് നോക്കിയാൽ നിങ്ങൾക്ക് പല സംഭവങ്ങളും, നിങ്ങൾക്ക് ശ്രദ്ധിക്കാത്ത പല സംഭവങ്ങളും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അതുപോലെ അങ്ങനെ നിങ്ങൾ ലിസൺ ചെയ്തുകൊണ്ട്, ഇങ്ങനെ കേട്ടുകൊണ്ട്, ലുക്കിംഗ് ക്ലോസ്ലി, ഓരോ സാധനങ്ങളും അടുത്തടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ട്, ആൻഡ് ഓപ്പണിംഗ് ദിയർ ഹാർട്ട്, ഹൃദയം തുറന്നുകൊണ്ട്, ദ പോയറ്റ് ഫൈൻഡ്സ് ബ്യൂട്ടി ആൻഡ് വണ്ടർ ഈവൻ ഓർഡിനറി തിങ്, സാധാരണ ഒരു വസ്തുവിലും എത്ര ഭംഗിയുണ്ട് എന്നുള്ളത് അദ്ദേഹം മനസ്സിലാണ്. നമ്മളൊന്നും വേണ്ട, നമ്മൾ പിന്നെ വീട്ടിൽ എവിടെയെങ്കിലും കുറച്ച് ഉറുമ്പുകൾ ഇങ്ങനെ നടന്നു പോകുന്നുണ്ടാവും, വളരെ അസാധാരണമായിട്ട് കാണുന്ന ഉറുമ്പുകളാണ്. പക്ഷെ നിങ്ങൾ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഒന്ന് വാച്ച് ചെയ്ത് നോക്കിയാൽ, അടുത്ത ഉറുമ്പിനെ എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ടോ അങ്ങനെ വാച്ച് ചെയ്ത് നോക്കിയാൽ പല സംഭവങ്ങളും നിങ്ങൾക്ക് അതിൽ പഠിക്കാൻ പറ്റും, ഉറുമ്പുകളുടെ ജീവിത രീതിയും കാര്യങ്ങളൊക്കെ. ഓവറോൾ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേരാണ് ദ പോം സെലിബ്രേറ്റ്സ് ദ ജോയ് ഓഫ് ബീങ് അലൈവ്. നമ്മൾ ജീവിച്ചിരിക്കുന്നതിൻ്റെ ആ ഒരു സന്തോഷത്തെ എന്താക്കുന്നുണ്ട്, അത് ആഘോഷമാക്കുന്നുണ്ട്. ആൻഡ് ദ ത്രിൽ ഓഫ് ഡിസ്കവറിംഗ് ദ വേൾഡ് അറൗണ്ട് us, നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെ നമ്മൾ കണ്ടെത്തണം. നമ്മൾ എന്താക്കണം, കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടെത്തിക്കൊണ്ടിരിക്കണം, നമ്മളെ ചുറ്റുമുള്ള കാര്യങ്ങൾ നമ്മൾ എൻജോയ് ചെയ്യണം എന്നാണ് പറയുന്നത്. ആക്ച്വലി എന്തൊരു കാര്യത്തിന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൽ സന്തോഷം കണ്ടെത്തുന്ന പല സംഭവങ്ങളും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എല്ലാത്തിലും നമ്മൾ ആ ജോയ്ഫുൾനെസ് കണ്ടെത്തണം. നമ്മുടെ പ്രകൃതിയിൽ ഫുള്ള് നമുക്ക് പഠിക്കാനുള്ള ധാരാളം കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ ഈ ഒരു കവിത അവസാനിക്കുന്നത്. മാത്രമല്ല, നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും അടുത്ത ചാപ്റ്റർ ഏതെങ്കിലും ഇങ്ങനെ എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക, ചാപ്റ്ററിന്റെ പേര്, ഡീറ്റെയിൽസ് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ എങ്ങനെ ഉണ്ടായത്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ എന്നുള്ളതും കമന്റ് ചെയ്യുക. യെസ്, എൻ്റെ പേര് ജംഷാദ്, യു ഗൈസ് ക്യാൻ കോൾ മീ JD. അപ്പോൾ നമ്മുടെ ലൈവ് ക്ലാസ്സുകളുടെയും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ നിങ്ങൾ വാട്സപ്പിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഫ്രീ ആയിട്ട്? യെസ്, അതിന് വേണ്ടിയിട്ട് ഈ ഒരു ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അവെഞ്ചേഴ്സ് ബാച്ച് ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്, അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് സ്ക്രോൾ ആയിട്ട് പോകുന്നുണ്ട്. സോ ഡോണ്ട് ഫർഗെറ്റ് ടു ജോയിൻ ഇൻ ദ അവെഞ്ചേഴ്സ് ബാച്ച്. നിങ്ങൾക്ക് ഡെയിലി ലൈവ് ക്ലാസ്സുകളും അതുപോലെ തന്നെ റെക്കോർഡ് ക്ലാസ്സുകളായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബെസ്റ്റ് എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നുണ്ട്. സോ അവെഞ്ചേഴ്സ് ബാച്ചിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. കാരണം കംപ്ലീറ്റ് ചാപ്റ്റേഴ്സും ഓൾറെഡി ഇപ്പോൾ വീഡിയോസ് ഉണ്ടായിരിക്കും. ആ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കുന്ന രീതിയിൽ എടുത്തു തരുന്നതാണ്. മാത്രമല്ല, അതിൻ്റെ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ സെഷൻസ് ഉണ്ടാവും, എക്സാമുകൾ നടത്തും, യൂണിറ്റ് വൈസ് എക്സാം ഉണ്ടാവും, ഓണം എക്സാം, ക്രിസ്മസ് എക്സാം, അതുപോലെ തന്നെ ആനുവൽ എക്സാം. ഇതിൻ്റെ മുന്നോടിയായിട്ട് സൈലം നിങ്ങൾക്ക് എക്സാം നടത്തും. തുടങ്ങിയിട്ട് ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് ഉണ്ട്. അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസും അതിന് ആരെ കോൺടാക്ട് ചെയ്യുന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും അടിയിൽ കൂടി സ്ക്രോൾ ആയിട്ട് പോകുന്നുണ്ട്. യെസ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക, അവെഞ്ചേഴ്സിൽ ജോയിൻ ചെയ്യുക, ക്ലാസ് പൊളിക്കാം, സെറ്റ് ആക്കാം, പവർ ആക്കാം. I hope you guys enjoy this video and learn something. Let's see another video. Until then, it's bye. Thank you.